അഡ്ജസൻസി മാട്രിക്സ്. അപ്പോൾ അഡ്ജസൻസി മാട്രിക്സിൻ്റെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് പറയാൻ പോവാണ്. ഫസ്റ്റ് ഒരു അഡ്ജസൻസി മാട്രിക് ഒരു ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. ഒരു സിമ്പിൾ ഗ്രാഫ്. നേരത്തെ നമ്മൾ വരച്ച സെയിം ഗ്രാഫ് തന്നെയാണ്, പക്ഷെ ഇവിടെ അൺഡയറക്റ്റഡ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഡയറക്ഷൻസ് ഒന്നും ഗ്രാഫിൽ കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് A to B എഡ്ജ് ഉണ്ട്, B to A എഡ്ജ് ഉണ്ട്, പിന്നെ B to C, C to B എഡ്ജസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്ജസൻസി മാട്രിക്സ് എങ്ങനെ എഴുതാൻ നോക്കാം. മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര വേർട്ടിസസ് ഉണ്ട്? 4 വേർട്ടിസസ് ഉണ്ട്. സോ 4 കോളംസ് 4 റോസ് നമുക്കുണ്ട്. റോ നെയിംസും കോളം നെയിംസും വേർട്ടിസസ് നെയിംസ് തന്നെയായിരിക്കും. A, B, C, D. A, B, C and D. അപ്പോൾ A2 ഫസ്റ്റ് ഇൻ്റർസെക്ഷൻ നോക്കുകയാണ്. ഇവിടെ A to A എഡ്ജ് ഒന്നുമില്ല, സെൽഫ് ലൂപ്പ് ഒന്നുമില്ല, സോ 0 തന്നെ കൊടുക്കുന്നു. അടുത്ത് A to B ഇവിടെ നമുക്ക് എഡ്ജ് ഉണ്ട്, സോ 1 കൊടുക്കുന്നു. നെക്സ്റ്റ് A to C എഡ്ജ് ഉണ്ട്, 1 കൊടുക്കുന്നു. A to D എഡ്ജ് ഉണ്ട്, 1 കൊടുക്കുന്നു. നെക്സ്റ്റ് B to A നോക്കാം. B to A നമുക്കിവിടെ എഡ്ജ് ഉണ്ട് അല്ലേ, ഡയറക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ A to B ഉണ്ട്, B to A എഡ്ജ് നമ്മൾ 1 കൊടുത്തു. നെക്സ്റ്റ് B to C അതിന് മുന്നേ B to B എഡ്ജ് ഇല്ല, സെൽഫ് ലൂപ്പ് ഇല്ല, അതുകൊണ്ട് എഡ്ജ് ഇല്ല. B to C എഡ്ജ് ഉണ്ട്, 1 കൊടുത്തു. B to D എഡ്ജ് ഇല്ല, 0 കൊടുക്കുന്നു. നെക്സ്റ്റ് C to A നമുക്ക് എഡ്ജ് ഉണ്ട്. C to Bയും എഡ്ജ് ഉണ്ട്, C to C എഡ്ജ് ഇല്ല. നെക്സ്റ്റ് C to D നമുക്ക് എഡ്ജ് ഉണ്ട്, 1 കൊടുക്കുന്നു. ഇനി D to A എഡ്ജ് ഉണ്ട്, D to B എഡ്ജ് ഇല്ല. D to C അവിടെ എഡ്ജ് ഉണ്ട്, D to D എഡ്ജ് ഇല്ല, സെൽഫ് ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് എഡ്ജ് ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് 1-2 കാര്യങ്ങൾ അഡ്ജസൻസി മാട്രിക്സിൽ നിന്ന് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, മെയിൻ ഡയഗണൽ നോക്കാം. മെയിൻ ഡയഗണലിൽ എല്ലാം 0 ആണെങ്കിൽ ഗ്രാഫിനകത്ത് സെൽഫ് ലൂപ്പ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാവും. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആവുമ്പോൾ മെയിൻ ഡയഗണൽ കഴിഞ്ഞാൽ ഇത് സിമെട്രിക് ആയിരിക്കും. അഡ്ജസൻസി മാട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സിമെട്രിക് മാട്രിക്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിലെ അഡ്ജസൻസി മാട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക്കലായിരിക്കും. പിന്നെ മെയിൻ ഡയഗണൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മെയിൻ ഡയഗണലിൽ ഫുൾ 0 ആണെങ്കിൽ അവിടെ സെൽഫ് ലൂപ്പ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി പറയുന്നത്, ഞാൻ